എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ. എൻ്റെ അടുത്ത് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ്, നോട്ട് ഓൺലി പേഷ്യൻസ് ലൈക്ക് സൈക്കോതെറാപ്പി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും ക്ലിനിക്കൽ സൈക്കോളജി ട്രെയിനിങ് നേടിയെടുക്കുന്ന വിദ്യാർത്ഥികളൊക്കെയും കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, എന്താണ് DBT അഥവാ ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത്. ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന് വളരെ ഇഫക്റ്റീവായിട്ട് കണ്ടുവരുന്ന ഒരു തെറാപ്യൂട്ടിക് ടെക്നിക്കാണ്, അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് അപ്രോച്ചാണ്. നമുക്ക് പറയാം ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ. ഐ തിങ്ക് നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വരുന്നുണ്ടായിരിക്കും. ഇവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട് അടുത്ത്. സോ കൈൻഡ് ഓഫ് കേൾക്കാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കുന്നു. സോ ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന് പറയുമ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്. അതായത് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയലിനൊക്കെ ശേഷം ഇഫക്റ്റീവ്നെസ് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു തെറാപ്യൂട്ടിക് അപ്രോച്ചാണ്. ഇത് ഡെവലപ്പ് ചെയ്യുന്നത് മാർഷ ലിനേൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ്. പുള്ളിക്കാരിക്ക് സ്വയം ഇത്തരത്തിലുള്ള ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് അതിനെ മാനേജ് ചെയ്യാനായിട്ട്, അത്തരത്തിലുള്ള ഒരു പ്രശ്നം അനുഭവിക്കുന്ന മറ്റുള്ള ആൾക്കാരെ സഹായിക്കാനായിട്ടാണ് ഇത്തരത്തിലുള്ള തെറാപ്യൂട്ടിക് അപ്രോച്ച് മാർഷ ഡെവലപ്പ് ചെയ്യുന്നതായിട്ടുള്ളത്. മാർഷ തന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് അപ്രോച്ചാണ് ഡിപ്രഷൻ, ആങ്സൈറ്റി ഡിസോർഡർ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ മുതലായവയൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന തെറാപ്യൂട്ടിക് അപ്രോച്ചാണ്. സോ അത് ഇത്തരത്തിലുള്ള സൂയിസൈഡൽ ബിഹേവിയർ ഉള്ളവർ, സെൽഫ് ഹാർമിംഗ് ബിഹേവിയർ ഉള്ളവർ, ഇമോഷണലി അൺസ്റ്റേബിലിറ്റി ഉള്ളവർ, അത്തരത്തിൽ ഇമ്പൾസീവായിട്ട് ബിഹേവിയർ ചെയ്യുന്നവരെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് CBT അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി. CBT എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു പ്രത്യേക തരത്തിൽ നമ്മളൊരു കാര്യത്തിനെ എടുക്കുന്നത് കൊണ്ട്, ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ ഡിസ്ട്രസ്സിലേക്ക് പോകുന്നത് എന്നുള്ള ഒരു പ്രിമൈസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു തെറാപ്യൂട്ടിക് അപ്രോച്ചാണ്. സോ അതുകൊണ്ട് നമ്മളുടെ ചിന്താരീതികൾ മാറ്റിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഉണ്ടാവുന്ന ബിഹേവിയറുകളിൽ മാറ്റം വരുത്താനും അങ്ങനെ നമ്മളുടെ മൂഡ് സ്റ്റേറ്റിൽ മാറ്റം വരുത്താൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ കോഗ്നിഷൻ, നമ്മളുടെ ബിഹേവിയർ തെറാപ്പി അങ്ങനെയാണ്. നമ്മളുടെ ചിന്തകൾ, ചിന്താധാരകൾ, ചിന്തിക്കുന്ന രീതികളിൽ ഉണ്ടാക്കുന്ന മാറ്റം നമ്മളുടെ പ്രവർത്തികളും വേറെ രീതിയിലാക്കും. അതിലൂടെ നമ്മളുടെ മൂഡ് മെച്ചപ്പെടും എന്നതാണ് CBT എന്നതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ആധാരം എന്ന് പറയുന്നത്. ഇനി പക്ഷേ ഈ CBT ഇത്തരത്തില് BPD അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്ന തരത്തിലുള്ള സിംറ്റംസ് അനുഭവിക്കുന്ന ആൾക്കാരുടെ അടുത്ത് അപ്ലൈ ചെയ്തപ്പോൾ ഇഫക്റ്റീവ്നെസ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. സോ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് മാർഷ കുറച്ചും കൂടിയും ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്നതും ഈ ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന തെറാപ്യൂട്ടിക് അപ്രോച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നു. ഡയലക്റ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളെ സമന്വയിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എന്നാണ് അർത്ഥം വരുന്നത്. സോ ഇംഗ്ലീഷിൽ എ സിന്തസിസ് ഓർ ഇന്റഗ്രേഷൻ ഓഫ് ഓപ്പോസിറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാവുന്നതാണ്. സോ ഇത്തരത്തിലുള്ള ഒരു തെറാപ്യൂട്ടിക് അപ്രോച്ച് പുള്ളിക്കാരി ഡെവലപ്പ് ചെയ്യുകയും വ്യത്യസ്തങ്ങളായിട്ടുള്ള പേഷ്യൻറ്റുകളെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയും, ഇനി മാർഷ മാത്രമല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ ഈ തെറാപ്യൂട്ടിക് അപ്രോച്ച് ഉപയോഗിച്ച് നോക്കുകയും ഇത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കണ്ടീഷൻസിന് ഇഫക്റ്റീവ് ആണെന്ന് കണ്ടെത്തുകയുണ്ടായി. ആ കണ്ടീഷനുകളാണ് സൂയിസൈഡൽ ബിഹേവിയർ, സെൽഫ് ഹാർമിംഗ് ബിഹേവിയർ. സെൽഫ് ഹാർമിംഗ് എന്ന് പറയുമ്പോൾ കട്ടിംഗ് ബിഹേവിയർ, ഹെഡ് ബാങ്കിങ് ബിഹേവിയർ മുതലായവയൊക്കെ. കൂടാതെ ഡിപ്രഷൻ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സ്, സബ്സ്റ്റൻസ് യൂസ് പ്രോബ്ലംസ്, ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് മുതലായവയിലൊക്കെയും ഇതിന് ഇഫക്റ്റീവ്നെസ് തെളിയിക്കപ്പെടുകയുണ്ടായി. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അവസ്ഥകളുള്ളവർക്കും ഈ തെറാപ്യൂട്ടിക് അപ്രോച്ച് നമ്മൾ വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് പറയുമ്പോൾ ഈ തെറാപ്യൂട്ടിക് അപ്രോച്ച് 4 ഇതളുകളായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സൈക്കോതെറാപ്പിയാണ്. അതിലെന്ന് പറയുമ്പോൾ പേഷ്യന്റിന്റെ പ്രശ്നങ്ങളെ തെറാപ്പിസ്റ്റ് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുകയും അവർക്കുണ്ടാവുന്ന വേദനകളെയും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുണ്ടാകുന്ന ഫീലിങ്സിനെയും ജഡ്ജ് ചെയ്യാതെ അത് അക്സെപ്റ്റ് ചെയ്ത് അതിനെ വാലിഡേറ്റ് ചെയ്യുന്നൊരു അവസ്ഥയാണ്. പേഷ്യൻ്റ് ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും അത് അർത്ഥവത്താണ്, അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്, അത് റിയൽ ആണ് എന്നുള്ളൊരു ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. എങ്ങനെ? പേഷ്യൻസിന്റെ ഓരോ ചിന്താഗതികളെയും അവരുടെ പ്രശ്നപൂരിതമായിട്ടുള്ള സാഹചര്യങ്ങളെയും
അതിൽ അവർക്കുണ്ടാവുന്ന ചിന്തകളെയും പെരുമാറ്റങ്ങളെയും ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുകയാണ്, അതിലൂടെ വെലിഡേറ്റ് ചെയ്യുകയാണ് തെറാപ്പിസ്റ്റിലൂടെ ചെയ്യുന്നത്. ഇനി അതിനർത്ഥം എന്ന് പറയുന്നത് എല്ലാ പേഷ്യൻസിന്റെ എല്ലാം വാലിഡേറ്റ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യണു എന്നല്ല. പക്ഷെ മാലഡാപ്റ്റീവ് ആയിട്ടുള്ള ചില ചിന്താരീതികളും അതുപോലെ തന്നെ ചില കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസും പേഷ്യൻസ് ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും പേഷ്യൻസിനെ തെറാപ്പി മുന്നോട്ട് പോകുമ്പോൾ ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് സഹായിക്കുന്നതായിരിക്കും. ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയുടെ രണ്ടാമത്തെ ഭാഗമാണ് സ്കിൽസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. സ്കിൽസ് ട്രെയിനിങ് എന്ന് പറയുകയാണെങ്കിൽ പല നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനായിട്ടുള്ള സ്കില്ലുകൾ പഠിപ്പിച്ചെടുക്കുക. വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കില്ലുകളുണ്ട്. മൈൻഡ്ഫുൾനെസ് സ്കില്ലുകളുണ്ട്, ഇന്റർപേഴ്സണൽ ഇഫക്റ്റീവ് സ്കില്ലുകളുണ്ട്, ക്രൈസിസ് സർവൈവൽ സ്കില്ലുകളുണ്ട്, നമ്മളുടെ ഇമോഷനുകളെ അതുപോലെ തന്നെ വളരെയധികം ദുഃഖിപ്പിക്കുന്ന അവസ്ഥകളെ മാനേജ് ചെയ്യാനായിട്ടുള്ള സ്കില്ലുകൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തരത്തിലുള്ള സ്കില്ലുകളെ പഠിപ്പിച്ചെടുക്കുകയാണ് ഈ സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം. ഈ ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയുടെ ഭാഗമായിട്ടുള്ള സ്കിൽ ട്രെയിനിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള 14 ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയുടെ സ്കില്ലുകൾ, അതായത് നമ്മളുടെ മൈൻഡ്ഫുൾനെസ്, ടിപ്പ്, അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇന്റർപേഴ്സണൽ സ്കിൽസ് ഒക്കെയും 14 നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇതേ സ്കില്ലുകളാണ് ഞാൻ എൻ്റെ അടുത്ത് തെറാപ്പിക്ക് വരുന്ന പേഷ്യൻസിന് റെഫർ ചെയ്യാറുള്ളത്. ഞാൻ എൻ്റെ തെറാപ്പി ടൈമിൽ പേഷ്യൻസിനെ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ടാണ് പൊതുവെ ശ്രമിക്കാറ്. സ്കില്ലുകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ഇത്തരത്തിൽ വീഡിയോ രൂപത്തിലൂടെ പ്രിപ്പയർ ചെയ്തത് പേഷ്യൻസിന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ പഠിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ തെറാപ്പിയിലൂടെ സമയം കുറയ്ക്കാനും എത്രയും പെട്ടെന്ന് തന്നെ ആ പേഷ്യന്റിന് പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ടുള്ള സഹായം നൽകാനായിട്ടാണ് ഞാൻ എൻ്റെ ഇൻഡിവിജ്വൽ തെറാപ്യൂട്ടിക് സെഷനിലൂടെ ശ്രമിക്കാറുള്ളത്. സോ രണ്ടാമത്തെ അതിൽ നമുക്ക് മനസ്സിലായി ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയുടെ സ്കിൽസ് ട്രെയിനിങ് പ്രോഗ്രാം. ഇനി മൂന്നാമത്തെ ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയുടെ ഭാഗമാണ് ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറയുന്നത്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, അതുപോലെ തന്നെ അതിൻ്റെ പോലത്തെ സൂയിസൈഡൽ ബിഹേവിയറോ അല്ലെങ്കിൽ സെൽഫ് ഇൻജൂറിയസ് ബിഹേവിയർ ആയിട്ടുള്ളവർ, സബ്സ്റ്റൻസ് യൂസ് പ്രോബ്ലം ഉള്ളവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ ഓരോ പേഷ്യൻസിനും ഓരോ ക്ലയൻസിനും അവരുടെ പ്രശ്നങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് അറിയാനും അതിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രക്രിയയാണിത്. സോ പേഷ്യൻസ് ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ഇത് ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള 5-6 പേഷ്യൻസ് ഒരുമിച്ചിരുന്ന് അവരുടെ റിയാലിറ്റിയിലുള്ള പ്രശ്നങ്ങളെ ഡിസ്കസ് ചെയ്യുകയും തെറാപ്പിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറയുന്നത്. സോ അതാണ് ഇതിന്റെ ഒരു മൂന്നാമത്തെ ഇതൾ നമുക്ക് പറയാനായിട്ടുള്ള. ഇനി ഇതിന്റെ നാലാമത്തെ ഇതളാണ് ഫോൺ കോച്ചിങ് എന്ന് പറയുന്നത്. ഫോൺ കോച്ചിങ് എന്ന് പറയുമ്പോൾ പലപ്പോഴും വളരെയധികം ഇമോഷണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ഇമ്പൾസീവായിട്ട് ബിഹേവിയർ ചെയ്തിട്ട് വേദനിച്ചു പോകുന്ന അവസ്ഥ, പൊട്ടിത്തെറികൾക്ക് ശേഷം വേദനിച്ച് ഒറ്റപ്പെട്ട് നമുക്ക് സൂയിസൈഡൽ തോട്ട്സോ സെൽഫ് ഇൻജൂറിയസ് തോട്ട്സോ ഒക്കെയും വരുന്ന അവസ്ഥയിൽ നമുക്ക് പലപ്പോഴും ഒരു മെച്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങളെ കേൾക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളുടെ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനത്തെ ഒരു ആധികാരികമായിട്ടുള്ള ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു തെറാപ്പിസ്റ്റിന്റെ സേവനം നൽകുക എന്നുള്ളതാണ് ഫോൺ കോച്ചിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾക്ക് തുറന്നു പറയാനും അതിന് സൊല്യൂഷൻസ് കണ്ടെത്താനും പേഷ്യന്റിനെ സഹായിക്കുന്ന ഒരു അപ്രോച്ചാണ് ഫോൺ കോച്ചിങ്. ഇപ്പൊ പ്രശ്നം ഉണ്ടാകുമ്പോൾ പേഷ്യന്റ് ഫോണിലൂടെ എന്നെ ബന്ധപ്പെടും, തെറാപ്പിസ്റ്റായി എന്നെ ബന്ധപ്പെടും. അതിലൂടെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുകയും അവരുടെ പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. അത് വാട്സാപ്പിലൂടെ, ചാറ്റിങ്ങിലൂടെയും, വോയിസ് നോട്ടിലൂടെയും കൂടാതെ ഫോൺ കോളിലൂടെയുമാണ് സാധാരണയായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. ഇനി ഇതിൽ അല്ലാതെ തന്നെ എമർജൻസി ആയിട്ടുള്ള ചില സിറ്റുവേഷനിൽ നമ്മൾ വീഡിയോ കോൾ, സാധാരണ ഒരു ഇൻഡിവിജ്വൽ സെഷൻ ചെയ്യുന്ന പോലെ തന്നെ വീഡിയോ കോളിലൂടെയും പേഷ്യന്റിനെ മനസ്സിലാക്കാനും പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകാനും നമ്മൾ ശ്രമിക്കാറുണ്ട്. സോ ഇതാണ് ഈ 4 രീതികളിലൂടെയാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനുള്ള ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത് മുന്നോട്ട് പോവുക. സോ ഈ 4 ഘടകങ്ങളും ഉണ്ടായാലാണ് അതൊരു ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ പോവുക. പക്ഷെ പലപ്പോഴും ചില പേഷ്യൻസുകൾക്ക് ഒരു ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിൽ വരാനായിട്ട് അൺകംഫോർട്ടബിലിറ്റി രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ചില സമയങ്ങളിൽ ഗ്രൂപ്പ് തെറാപ്പി ചിലർക്ക് നൽകാറില്ല. പക്ഷെ ബാക്കി 3 കാര്യങ്ങളും തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗമാവേണ്ടതുണ്ട്. ഇനി നമ്മൾ ഈ പറഞ്ഞ ഈ 4 പ്രക്രിയയിലൂടെ പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യം വെക്കുന്ന 4 ഘടകങ്ങളുണ്ട്, 4 കോമ്പോണൻസ് ഉണ്ട്. അവയാണ് നമ്മളുടെ സ്കില്ലിലൂടെ നമ്മളപ്പോൾ പഠിപ്പിക്കുന്നതാണ്.
ഇൻഡിവിജ്വൽ തെറാപ്പിയിലൂടെയും അത് ഇത്തിരി ആഴത്തിൽ ഡിസ്കഷനിലൂടെ പേഷ്യൻസിനെ കൂടുതൽ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ്. അവയാണ് മൈൻഡ്ഫുൾനെസ്, ഡിസ്ട്രസ് ടോളറൻസ്, ഇമോഷണൽ റെഗുലേഷൻ ആൻഡ് നാലാമത്തെ ആയിട്ട് നമുക്കുള്ളതാണ് ഇന്റർപേഴ്സണൽ ഇഫക്റ്റീവ്നെസ്. സോ ഈ 4 കാര്യങ്ങളും ഇഫക്റ്റീവായിട്ട് പേഷ്യൻസിന് പഠിച്ചെടുക്കാനായിട്ടൊരു സാഹചര്യം നമ്മുടെ സ്കിൽ ട്രെയിനിങ്ങിലൂടെയും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ തെറാപ്യൂട്ടിക് സെഷനിലൂടെയും നമ്മൾ സാധ്യമൊക്കെ ചെയ്യുന്നത്. സോ പേഷ്യൻ്റ് ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കുമ്പോൾ അവർക്ക് ഇന്റർപേഴ്സണൽ ഇഫക്റ്റീവ്നെസ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അവർ ഇമ്പ്രൂവ് ആവും. അവർക്ക് അവരുടെ ഇമോഷണൽ ഇമ്പൾസീവ്നെസ്, എടുത്തുചാട്ടം, അത്തരത്തിലുള്ള ബിഹേവിയറുകൾ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അവർക്ക് അമിതമായിട്ടുണ്ടാവുന്ന ആങ്കറും നിരാശയും ഒരു എംപ്റ്റിനെസ്സും ആ ഒരു ഡിപ്രസീവ് അവസ്ഥയൊക്കെ ആ ഇമോഷനുകളെയൊക്കെ കൺട്രോൾഡ് ആക്കി ആ ഒരു സെൽഫ് കൺട്രോൾ കൊണ്ടുവന്ന് മാനേജ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് നീരസമാകുന്ന പ്രവർത്തനങ്ങളും നമ്മളെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആ ഡിസ്ട്രസ്, ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനെ ആ മാനേജ് ചെയ്യാനും അതിനെ സഹിക്കാനും ഇഫക്റ്റീവ്ലി അതിനെ ഉൾക്കൊണ്ട് മാനേജ് ചെയ്യാനും ഇവിടെ പഠിച്ചെടുക്കുന്നതാണ്. കൂടാതെ ഈ ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത് ഒരു തേർഡ് വേവ് തെറാപ്യൂട്ടിക് അപ്രോച്ചിൽ പെടുന്ന, അതിന്റെ ഭാഗമായിട്ട് തേർഡ് വേവ് എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ മൈൻഡ്ഫുള്ളി ഓറിയന്റഡ് തെറാപ്യൂട്ടിക് അപ്രോച്ചസ് എന്നൊക്കെയാണ്. സോ ഇതിന്റെ ഒരു കോർ എലമെന്റ് ആണ് മൈൻഡ്ഫുൾനെസ്. നമ്മളുടെ ഈ സമയത്ത് പ്രസന്റ് ആയിട്ട് കോൺഷ്യസ് ആയിട്ട് ഇരുന്നിട്ട് നമ്മളുടെ ഇപ്പോഴത്തെക്കുറിച്ച് നോൺ ജഡ്ജ്മെന്റലി വീക്ഷിക്കാനും അതിലൂടെ നമ്മളുടെ ഇമോഷനുകളെയും മറ്റും കൺട്രോൾ ചെയ്യാനും ഇഫക്റ്റീവ്ലി നമ്മളെ ബിഹേവ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു തെറാപ്യൂട്ടിക് ടെക്നിക്കാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അത് ബുദ്ധിസ്റ്റ് ഫിലോസഫിയിൽ ആധാരമായിട്ടുള്ള മെഡിറ്റേറ്റീവ് പ്രാക്ടീസിൽ നിന്നൊക്കെ ഒറിജിൻ ചെയ്തിട്ടുള്ളതാണ്. സോ അതും നമ്മൾ വൈഡിലി ഉപയോഗിക്കുന്നതായിരിക്കും ഈ തെറാപ്യൂട്ടിക് അപ്രോച്ചിലൂടെ. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെയും പേഷ്യൻസ് മുന്നോട്ട് പോകുമ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന സെൽഫ് ഹാമിങ് ബിഹേവിയർ, സൂയിസൈഡാലിറ്റി, ഇന്റർപേഴ്സണൽ ഡിസ്ട്രസ്, അതുപോലെ തന്നെ ഇമ്പൾസീവ്നെസ്, ക്രോണിക് ആയിട്ടുള്ള എംപ്റ്റി ഫീലിംഗ്, വർത്ത്ലെസ് മുതലായിട്ടുള്ള ഫീലിങ്ങുകളൊക്കെയും കുറച്ച് കൊണ്ടുവന്ന് അവരുടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ ലഭ്യമാക്കേണ്ട, നിങ്ങൾക്ക് നൽകേണ്ട ഏറ്റവും ഉചിതമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി. അതിന് വേണ്ടിയിട്ട് അതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റിനെ തന്നെ സമീപിക്കുക. വളരെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പേഴ്സണാലിറ്റി രോഗാവസ്ഥ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. രോഗാവസ്ഥയാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അതിനെ ഇഫക്റ്റീവായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. പക്ഷേ കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന ഒരു തെറാപ്യൂട്ടിക് അപ്രോച്ചാണ് ഇതിന് വേണ്ടി വരിക. ഏത് പേഴ്സണാലിറ്റി ഡിസോർഡറുകൾക്കും കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള തെറാപ്യൂട്ടിക് അപ്രോച്ച് തന്നെയാണ് വേണ്ടത്. കാരണം നമ്മളെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് കുറേ നാളുകൾ കൊണ്ട് രൂപപ്പെട്ട ഒരു കാര്യമാണ്. സോ ആ പേഴ്സണാലിറ്റിയിൽ മാറ്റം വരുത്താനായിട്ട് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെയുള്ള ട്രെയിനിങ്ങും അതുപോലെ തന്നെ കൺസൾട്ടേഷനും സെഷനുകളൊക്കെ ആവശ്യമാണ്. സോ അത് മനസ്സിലാക്കുക. തെറാപ്പിക്ക് എത്രയും പെട്ടെന്ന് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. എൻ്റെ അടുത്തു നിന്നും തെറാപ്പി നേടാനായിട്ടുള്ള കോൺടാക്റ്റും മറ്റും ഞാൻ വീഡിയോയുടെ താഴെ ചേർക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതിലൂടെ എന്നെ കോൺടാക്ട് ചെയ്ത് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ടുകൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് തെറാപ്പി നേടാവുന്നതാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ കമന്റ് ബോക്സിൽ അവ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകളും നമ്മളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങളുടെ ഒറ്റവർക്ക് ഉപകാരപ്രദമാവണമെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഈ വീഡിയോ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള അറിവുകൾക്കും സ്കില്ലുകളും പഠിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേട്ടതിന് എല്ലാവർക്കും നന്ദി. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ഗുഡ് ബൈ.